70 വയസ്സിനു ശേഷം ഒരാൾ ആദ്യമായി സിനിമയിലേക്ക് വരിക, അതും തിലകനെ പോലുള്ള തഴക്കവും പഴക്കവും ചെന്ന ഒരു അഭിനയ പ്രതിഭ ആടിത്തിമിർക്കേണ്ട റോളിൽ. അസംഭവ്യമായിരുന്നു അത്. എന്നാൽ ജയരാജിന്റെ ദേശാടനത്തിലൂടെ അതും സംഭവിച്ചു. ശോകഭാവങ്ങളും വിരഹവും അതിസൂക്ഷ്മതയോടെ അഭിനയിച്ച് ഫലിപ്പിച്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചലച്ചിത്രാസ്വാദകർക്ക് മുൻപിൽ അത്ഭുതമായി. തമിഴ്നാട്ടിൽ നിന്നും ഉലകനായകൻ കമൽഹാസന്റെ വരെ ഫോൺ കോൾ എത്തി. ഇതാ 70 വയസ്സിന് ശേഷം ഇന്ത്യൻ സിനിമയ്ക്കൊരു അത്ഭുത നടനെ ലഭിച്ചിരിക്കുന്നുവെന്ന് വിദേശ മേളകളിൽ വരെ പ്രകീർത്തിക്കപ്പെട്ടു. സോൾട്ട് ആൻഡ് പെപ്പറിൽ പെണ്ണ് കാണാൻ പോയ വീട്ടിലെ അടുക്കളക്കാരനായ ബാബുരാജിനെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ലാലിനെ പോലെ ആകസ്മികമായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സിനിമാ പ്രവേശം. മകൾ ദേവകിയുടെ ഭർത്താവും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ കോഴിക്കോട് തിരുവണ്ണൂരിലെ വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് മാടമ്പ് കുഞ്ഞിക്കുട്ടനൊപ്പം എത്തിയതായിരുന്നു ജയരാജ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ജയരാജ് ആദ്യമായി കാണുന്നത് അവിടെ വെച്ചാണ്. കുസൃതി കണ്ണുകളും നിഷ്കളങ്ക മുഖവുമുള്ള അതിസുന്ദരനും കുലീനനുമായ ഒരു 70 വയസ്സുകാരൻ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ടപാടെ ജയരാജിന് ബോധിച്ചു. ദേശാടനത്തിലെ മുത്തച്ഛനാകാൻ അവിടെ വെച്ച് തന്നെ ക്ഷണിച്ചു. ഈ സമയങ്ങളിലെല്ലാം കാരണവരാകാൻ പുതുമുഖത്തെ തേടുകയായിരുന്നു ജയരാജ്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കണ്ടതോടെ അന്വേഷണവും നിർത്തി. കൈതപ്രവും മകളും അച്ഛനോട് സംസാരിച്ചു. TV-യിൽ വരുന്ന പൊട്ട സിനിമകൾ കാണാറുണ്ടെന്നതല്ലാതെ എനിക്കിതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം യെസ് പറഞ്ഞു. ഇതോടെ മലയാള സിനിമയിൽ മറ്റൊരു ചരിത്രം പിറക്കുകയായിരുന്നു. പാച്ചുവിൻ്റെ മുത്തച്ഛനായി ദേശാടനത്തിൽ ജീവിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. സ്വന്തം സ്വഭാവ സവിശേഷതകളോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രത്തെ അസാമാന്യ മെയ്വഴക്കത്തോടെ പകർത്തി. എടപ്പാൾ നാറാത്ത് മനയിലായിരുന്നു ഷൂട്ടിംഗ്. 3 ദിവസം നിശ്ചയിച്ച ഷൂട്ടിംഗ് 28 ദിവസം നീണ്ടു. ഓരോ ഷോട്ട് പിന്നിടുമ്പോഴും ജയരാജും സഹപ്രവർത്തകരും സന്തോഷത്തിലായിരുന്നു. കൈതപ്രവും ദേവകിയും കൂടെയുള്ളതിനാൽ പ്രയാസമുണ്ടായില്ല. അവസാന ഭാഗത്തിൻ്റെ ചിത്രീകരണം തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ. സ്വാമിയാരുടെ അടുത്തെത്തി ആചാര്യനെ കാണുന്ന സന്ദർഭം ചിത്രത്തിലെ പ്രധാന ഷോട്ടുകളിലൊന്ന്. പാച്ചുവിനെ സന്യാസത്തിന് വിടണമെന്ന് കൽപ്പിക്കുന്ന ഭാഗം. വൈകാരികതയുടെ വേലിയേറ്റം അനായാസം അഭിനയിച്ചു. ഷോട്ട് പൂർത്തിയായപ്പോൾ കൈ ഉയർത്തി ജയരാജ് ആഹ്ലാദം പ്രകടമാക്കി. മഠത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്ന പാച്ചുവിനെ അച്ഛനും അമ്മയും തിരസ്കരിച്ചു. മുത്തശ്ശനും എന്നെ വേണ്ടേ എന്ന് പാച്ചു ചോദിക്കുമ്പോൾ ഞെട്ടിവിറച്ച് കണ്ണു നിറഞ്ഞ് തളർന്നു താഴെ വീഴുന്ന രംഗം. ആരുടെ മനസ്സും അലിയിക്കുന്ന ഭാവാദ്രമായിരുന്നു ഈ രംഗങ്ങൾ. ദേശാടനം കണ്ടവർ പതേർ പാഞ്ചാലിയിൽ ദുർഗയുടെ മുത്തശ്ശിയെ അവതരിപ്പിച്ച ചുനി ബാലദേവിയുടെ അഭിനയ മികവിനോളമെന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ വാഴ്ത്തി. ബംഗാളിലെ അറിയപ്പെടുന്ന നാടക നടിയായിരുന്നു ചുനി ബാലദേവിയെങ്കിൽ ഒരിക്കലും അഭിനയിക്കാത്ത നടനായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. പുല്ലേരി വാദ്യാരില്ലത്തെ നാരായണ വാദ്യാർ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിൻ്റെയും മകനായി 1923 ജനനം. ചെറുപ്പത്തിൽ ബോഡി ബിൽഡിങ്ങിലും വോളിബോളിലുമായിരുന്നു കമ്പം. ഹിന്ദി പാട്ടുകളോട് വല്ലാത്ത പ്രിയം. സ്കൂളിൽ ഉഴപ്പനായതിനാൽ പല ക്ലാസ്സിലും 1-ലധികം വർഷങ്ങൾ. തറവാട്ടുവക ക്ഷേത്രത്തിലെ ശാന്തിയും കൃഷിയുമായി ഉപജീവനം. സിനിമയും സാമൂഹ്യ ജീവിതവും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ കമൽഹാസൻ വരെയുള്ള വിപുലമായ സൗഹൃദ നിരയെ നൽകിയിട്ടുണ്ട്. സിനിമയുടെ പ്രശസ്തിയേക്കാൾ വിലമതിക്കുന്നതും ആ സൗഹൃദത്തെ തന്നെ. ഭാര്യ അന്തരിച്ച ലീല അന്തർജനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഭാര്യ ദേവകി അന്തർജനം. കൊല്ലം KMML മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പുരുഷോത്തമന്റെ ഭാര്യ യമുന. കർണാടക ബാങ്ക് ചീഫ് മാനേജരായി വിരമിച്ച ഭവദാസൻ. ഹൈക്കോടതി ജഡ്ജ് കുഞ്ഞികൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് മക്കൾ. മരുമകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംവിധാനം ചെയ്ത മഴവില്ലിനറ്റം വരെയാണ് ഒടുവിലായി അഭിനയിച്ച ചിത്രം. പുല്ലേരി വാദ്യാരില്ലത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി AKGയുടെ പ്രിയപ്പെട്ട ഉണ്ണിയാണ്. AKG പലപ്പോഴായി അയച്ച കത്തുകൾ കുപ്പായ കീശയിൽ കൊണ്ടു നടക്കുന്നത് അഭിമാനമായി കരുതിയിരുന്ന ആൾ. പ്രിയപ്പെട്ട ഉണ്ണി എന്ന സംബോധനയോടെയുള്ള കത്തുകൾ. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ തന്നെ വാക്കുകൾ. 940കളിലെ ഒരു രാത്രി വൈകി ഒരാൾ കിടുകിടാ വിറച്ച് ഇല്ലത്തെത്തി. അത് AKG ആയിരുന്നു. സേലം ജയിലിൽ നിന്ന് C. കണ്ണനടക്കം വേറെ 4 പേരോടൊപ്പം രക്ഷപ്പെട്ട് ആഴ്ചകളോളം ബാംഗ്ലൂരുവിലും മൈസൂരുവിലുമെല്ലാം കാട്ടിലും മറ്റും കഴിഞ്ഞ് മലമ്പനി ബാധിച്ച് അവശനായ AKG ഇല്ലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഒരു മുറിയിലേക്ക് AKGയെ ആക്കി. വൈക്കോലിടുന്ന മുറിയാണ്. ചികിത്സയ്ക്കായി ഒളിവിൽ താമസിക്കാൻ വേറെ എവിടെയും സാധിക്കില്ലെന്ന് മനസ്സിലാക്കി ഇല്ലത്തെത്തിച്ചതാണ്. AKGയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. തൻ്റെ ഇല്ലം AKGയുടെ വീടായത്, തൻ്റെ അമ്മ AKGയുടെ പ്രിയപ്പെട്ട അമ്മയായി മാറിയത്,
ഇവയെല്ലാം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എപ്പോഴും ഓർത്തു പറയുമായിരുന്നു. ദേശാടനത്തിൽ 28 ദിവസത്തെ അഭിനയം, പിന്നെ കളിയാട്ടത്തിൽ, രണ്ടിനും പ്രതിഫലം വാങ്ങിയില്ല. പിന്നീട് കൈക്കുടന്ന നിലാവ്, മേഘമൽഹാർ, ഒരാൾ മാത്രം, ഗർഷവും, അങ്ങനെ ഒരവധിക്കാലത്ത് മധുര നൊമ്പരക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങൾ. കല്യാണരാമനിലെ ദിലീപിന്റെ മുത്തച്ഛൻ വേഷമാണ് ഏറെ ജനപ്രിയമായത്. ഇതിൽ സീനിയർ നടിയായ സുബ്ബലക്ഷ്മിയോടൊപ്പം ചെയ്ത ഹാസ്യരംഗങ്ങൾ ജനത്തിന്റെ ഇഷ്ടരംഗങ്ങളാണ്. കമൽഹാസനോടൊപ്പം പമ്മൽ കെ സംബന്ധം, ഐശ്വര്യ റായിയുടെ മുത്തച്ഛനായി കണ്ടുകൊണ്ടേൻ, രജനീകാന്ത് ചിത്രമായ ചന്ദ്രമുഖി എന്നിവയിലും വേഷമിട്ടു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി 2021 ജനുവരി 20 അന്തരിച്ചു. പയ്യന്നൂരിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കോവിഡ് ബാധിച്ച് അദ്ദേഹം ഒരാഴ്ചയിലധികം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് കോവിഡ് നെഗറ്റീവായി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ആരോഗ്യനില വീണ്ടും മോശമായതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചിരുന്നു. ആദ്യം പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടുകയായിരുന്നു. ആ സമയത്ത് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. ന്യൂമോണിയ ഭേദമായതിനെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയായിരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് 2 ദിവസത്തിന് ശേഷം വീണ്ടും പനി ബാധിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പയ്യന്നൂർ പുല്ലേലി വാദ്യാരില്ലം വളപ്പിൽ സംസ്കരിച്ചു. പ്രായമായിട്ടും അഭിനയത്തോടുള്ള ഇഷ്ടവും ആത്മവിശ്വാസവുമാണ് ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര രംഗത്തെ അതുല്യ വ്യക്തിത്വമാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ വിയോഗം സിനിമാ മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്.